നമസ്കാരം. ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ മേഖലകളിലും പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ ഇന്ന് ലോകത്തെ നമ്പർ 1 മാറിയിരിക്കുന്നു. അതിനിടയിലാണ് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു വാർത്ത എത്തുന്നത്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിനെ കുറിച്ചാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ കുതിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൻ്റെ അവസാന പാദത്തിൽ ഇത് 7.8% ഉയർന്നിരിക്കുകയാണ്. ഏതായാലും 7.8% വളർച്ചാ നിരക്ക് കൈവരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അതും ഇത്തരത്തിലുള്ള വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് എത്തുക എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. നേരത്തെ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൽ ഇന്ത്യ 7.2% വളർച്ചാ നിരക്ക് കൈവരിക്കും എന്നാണ് വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ കണക്കൂട്ടലുകളെയും കടത്തിവെട്ടിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ വളർച്ച എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരുടെയും പ്രവചനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പല വിദേശ സർവകലാശാലയിലെയും വിദഗ്ധന്മാർ പ്രവചിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ദൂരത്തിലാണ് ഇന്ത്യ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യ 4 ഭാഗത്തു നിന്നും വെല്ലുവിളികളെ നേരിടുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു ഇപ്പോൾ കടന്നുപോയത്. പാകിസ്ഥാനുമായുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ, അതുപോലെ അമേരിക്കയുടെ ഈ അധിക താരിഫ് ഏർപ്പെടുത്തിയ സംഭവം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് കനത്ത തോതിൽ വെല്ലുവിളി 4 ഭാഗത്തു നിന്നും ഉയർന്നുവെങ്കിൽ പോലും ഈ വെല്ലുവിളികളെല്ലാം തന്നെ വിജയമാക്കി മാറ്റാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ സംശയത്തോടു കൂടിയാണ് ഇന്ത്യയുടെ പല നീക്കങ്ങളെയും കാണുന്നതും, അതുപോലെ ഇന്ത്യ തെറ്റായ കണക്കുകൾ കൊടുക്കുന്നു എന്നൊക്കെ നേരത്തെ പലപ്പോഴും അവർ ഭംഗ്യന്തരേണ നമ്മളെ കളിയാക്കുന്ന രീതിയെ കൊണ്ടായിരുന്നുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇന്ത്യ വളരെ സുസ്ഥിര വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ് എന്ന് വെളിവാക്കുന്നതാണ് ഇന്ത്യയുടെ ഈ ഒരു വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്നത്. മുൻപാദത്തിലെ 8.2% വളർച്ച പുതിയ പരമ്പര പ്രകാരം 8.4% പരിഷ്കരിച്ചിരിക്കുകയാണ്. 2026 സാമ്പത്തിക വർഷത്തെ GDP എസ്റ്റിമേറ്റ് 7.4% നിന്ന് 7.6% ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഡാറ്റയുടെ ഗുണനിലവാരവും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം കൊണ്ടുവന്ന മാറ്റങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് ഇന്ത്യയിലെ നിരവധി മേഖല, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖല, അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കയറ്റി വരുന്ന മേഖലയൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ടിരുന്നു, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി അവിടെ നേരിട്ടിരുന്നു. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ നേടിയൊരു വലിയ വിജയം ഇതിന് പകരം ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അമേരിക്കയിലേക്കാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ഗാർമെൻറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ കയറ്റുമതി ചേരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റു ഒരുപാട് രാജ്യങ്ങളിലേക്കും അങ്ങനെ കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായൊക്കെ തന്നെ ഇപ്പോൾ വലിയൊരു വ്യാപാര കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടതോടെ അമേരിക്കയ്ക്ക് മുട്ടുമടക്കാതെ വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് കോടി ജനങ്ങൾക്കിടയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള വലിയൊരു സംവിധാനത്തിലേക്കാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സഹകരണത്തിലൂടെ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്ക് ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ തോതിലുള്ള സ്ഥാനം ഉറപ്പിക്കാൻ ഒരുപക്ഷെ ഈ ഒരു പുതിയ കണക്കുകൾ ഏറെ സഹായകരമാകും എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ഡാറ്റയുടെ കൃത്യതയെക്കുറിച്ച് നേരത്തെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു, ഒരു സംശയം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ സംശയങ്ങളെല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നേരത്തെ IMF ഇന്ത്യക്ക് 3ാം ഗ്രേഡ് C ഗ്രേഡാണ് ഇക്കാര്യത്തിൽ നൽകിയിരുന്നത്. കാരണം ഇന്ത്യ നൽകിയ പല ഡാറ്റയും ശരിയല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിലയിരുത്തലിലേക്ക് അവർ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം അവർ പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ അമേരിക്കയിലെ സുപ്രീം കോടതി തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും താരിഫ് ഉണ്ടെങ്കിൽ പോലും അത് മറ്റു രാജ്യങ്ങൾക്കുള്ളതുപോലെ മാത്രമേ ഇന്ത്യയും ബാധിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ട്രംപിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഏർപ്പെടുത്തിയ 50% താരിഫ് പോലെയുള്ള വലിയ ഭീഷണികളെ ഇന്ത്യ നേരിടേണ്ട ആവശ്യവുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോഴൊക്കെ തന്നെ ഇന്ത്യ ശരിയായ പാതയിലേക്കാണ് നീങ്ങുന്നത് എന്ന് വളരെ കൃത്യമായി കണക്ക് നിരത്തിയാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. മാത്രവുമല്ല, GSTയിൽ ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങൾ അത് വലിയ തോതിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പുതിയ GST സംവിധാനം നടപ്പിലാക്കിയതിലൂടെ ഇന്ത്യക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത് അവസാന വിലയിരുത്തൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതും ഇന്ത്യക്ക് വളരെ അനുകൂലമായി മാറും എന്ന് തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ കണക്കൂട്ടലോടുകൂടിയും അതുപോലെ പ്ലാനിങ്ങോടുകൂടിയും തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളുമായൊക്കെ തന്നെ ഏറ്റവും നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിലൊക്കെ തന്നെ വ്യാപാര മേഖലയിലും പ്രതിരോധ മേഖലയിലും ഒക്കെ കഴിഞ്ഞ ദിവസം ഇസ്രായേലുമായി നമ്മൾ ധാരണയിലെത്തിയതുപോലെ, അതുപോലെ ഇസ്രായേലിൽ നമ്മുടെ ഇന്ത്യയുടെ
UPI സംവിധാനം നിലവിൽ വരാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യ സാമ്പത്തികമായി വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാനാവാത്ത കാര്യമാണ്. മുൻകാലങ്ങളിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളെ പുച്ഛത്തോടെ കണ്ടിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും ഇപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ശക്തി അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഉത്സവ സീസണിൽ വാഹനങ്ങളുടെയും സ്വർണത്തിൻ്റെയൊക്കെ വിൽപ്പനയിലുണ്ടായ ഒരു ഉയർച്ച, അതും രാജ്യത്തിനേറെ സഹായകരമായി മാറുകയായിരുന്നു. ഇന്ത്യയിൽ ഈ ഉത്സവ സീസണുകൾ എപ്പോഴും, അത് ഓരോ സംസ്ഥാനത്തെയും ഉണ്ട്, അത് ദേശീയ തലത്തിലൊക്കെയുള്ള ഉത്സവ സീസണുകൾ എപ്പോഴും നമ്മുടെ നാട്ടിലെ വ്യാപാരത്തെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ എല്ലായ്പ്പോഴും കാരണമാക്കാറുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഓരോ സംസ്ഥാനത്തും എല്ലാ മാസങ്ങളിലും ഒന്നും ആണെങ്കിൽ പറയാമെന്നുള്ള രീതിയിൽ അത്രയും ഒരു ഉത്സവ കാലഘട്ടങ്ങൾ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ദീപാവലി ആണെങ്കിലും ഓണമാണെങ്കിലും അതുപോലെ ഹോളി ആണെങ്കിലും ഒക്കെ തന്നെ ഇത്തരം സീസണുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വിൽപ്പന ആ സമയത്ത് സംഭവിക്കാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ നമ്പർ 1 തന്നെയാണ് സാമ്പത്തിക മേഖലയിലും എന്ന് തന്നെയാണ്.